സെപ്റ്റംബർ മാസം 8-ാം തീയതി മാതാവിന്റെ ജനന തിരുനാളിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ സംശയമാണ്. സാധാരണഗതിയിൽ വിശുദ്ധരുടെ എല്ലാം മരണ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് മാതാവിന്റെ മാത്രം ജനന തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് എന്നുള്ളത്. സാധാരണയായി വിശുദ്ധരുടെ മരണ ദിവസമോ അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളോ ആണ് തിരുനാളായി തിരുസഭ കൊണ്ടാടുന്നത്. ഈ ലോക ജീവിതം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് മരണ ദിവസം. എന്നാൽ കത്തോലിക്ക സഭ ഈശോ, മാതാവ്, സ്നാപക യോഹന്നാൻ എന്നിവരുടെ മാത്രം ജനന ദിവസവും തിരുനാളായി ആഘോഷിക്കുന്നു. ഈശോ ദൈവപുത്രനായതുകൊണ്ട് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. സ്നാപക യോഹന്നാന്റെ ജനനം മിശിഹായുടെ വരവ് മുൻകൂട്ടി പ്രവചിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണ്. പുതിയ ഉടമ്പടിയുടെയും ക്രിസ്തുവിന്റെ രക്ഷാചരിത്രത്തിന്റെയും ആരംഭവുമായി സ്നാപകന്റെ ജനനം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് സഭ സ്നാപകന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത്. മാതാവിലേക്ക് വരുമ്പോൾ മാതാവ് ജനനം മുതലേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിട്ടാണ് സഭ മാതാവിനെ കാണുന്നത്. മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തയായി മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തത് അമലോത്ഭവയായിട്ടാണ്. മറിയത്തിൻ്റെ ജനനം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. കാരണം അവൾ യേശുവിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെയാണ് മാതാവിൻ്റെ ജനന തിരുനാൾ തിരുസഭ പ്രത്യേകമായി ആഘോഷിക്കുന്നത്.